ദ ഡാർക്ക് ഒറിജിൻ ഓഫ് വാലന്റൈൻസ് ഡേ. റോസാപ്പൂക്കൾ, ചോക്ലേറ്റുകൾ, പ്രണയലേഖനങ്ങൾ. പക്ഷേ വാലന്റൈൻ ദിനത്തിന് വളരെ ഒരു ഇരുണ്ട ഭൂതകാലമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? വിലക്കപ്പെട്ട പ്രണയത്തിൻ്റെയും രഹസ്യ ആചാരങ്ങളുടെയും വധശിക്ഷയുടെയും കഥ. സെന്റ് വാലന്റൈൻ്റെ ഇതിഹാസം. നമുക്ക് 3-ാം നൂറ്റാണ്ടിലെ ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തിയുടെ ഭരണത്തിൽ കീഴിലുള്ള റോമിലേക്ക് മടങ്ങാം. അദ്ദേഹത്തിന് ഒരു വിചിത്രമായ വിശ്വാസം ഉണ്ടായിരുന്നു. വിവാഹിതരായ പുരുഷന്മാർ ദുർബലരായ പട്ടാളക്കാരെ സൃഷ്ടിച്ചു. അതിനാൽ അദ്ദേഹം യുവാക്കൾക്ക് വിവാഹങ്ങൾ നിരോധിച്ചു. എന്നാൽ ഒരു പുരോഹിതനായ വാലന്റൈൻ ചക്രവർത്തിയെ ധിക്കരിച്ച് പ്രണയത്തിലായ ദമ്പതികൾക്ക് രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. ക്ലോഡിയസ് ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം കോപാകുലനായി. വാലന്റൈനെ അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ ഇതിഹാസം പറയുന്നത് ജയിലിലായിരിക്കുമ്പോൾ വാലന്റൈൻ ജയിലറുടെ മകളുമായി പ്രണയത്തിലായി എന്നാണ്. വധശിക്ഷയ്ക്ക് മുമ്പ് അയാൾ അവൾക്കൊരു കത്തെഴുതി, നിങ്ങളുടെ വാലന്റൈനിൽ നിന്ന് എന്നെഴുതി ഒപ്പിട്ടു. AD 269 ഫെബ്രുവരി 14 വാലന്റൈൻ തന്റെ ധിക്കാരത്തിനും പ്രണയത്തിനും ശിരച്ഛേദം ചെയ്തു. പക്ഷേ ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് വാലന്റൈൻസ് ദിനത്തിന് ലൂപ്പർകാലിയ എന്ന പുർജാത്യ ഉത്സവത്തിൽ കൂടുതൽ പഴക്കമുള്ള വേരുകളുണ്ടെന്നാണ്. ഫെബ്രുവരി മധ്യത്തിൽ ആഘോഷിച്ച ലൂപ്പർകാലിയ ഒരു ഫെർട്ടിലിറ്റി ആചാരമായിരുന്നു. അവിടെ റോമൻ പുരോഹിതന്മാർ ആടുകളെ ബലിയർപ്പിക്കുകയും ശരീരത്തിൽ രക്തം പുരട്ടുകയും സ്ത്രീകളെ ഫെർട്ടിലിറ്റി നൽകി അനുഗ്രഹിക്കാൻ മൃഗങ്ങളുടെ തോലുകൊണ്ട് ചെമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്തു. പുരുഷന്മാർ ഒരു പാത്രത്തിൽ നിന്ന് സ്ത്രീകളുടെ പേരുകൾ എടുക്കും. ഉത്സവത്തിനായി ക്രമരഹിതമായി ജോഡിയാകും. ചിലപ്പോൾ അത് വിവാഹത്തിലേക്കും നയിക്കും. സഭ പ്രണയത്തെ പുനർനാമകരണം ചെയ്യുന്നു. ക്രിസ്തുമതം പ്രചരിച്ചപ്പോൾ ഈ വന്യമായ പുർജാതീയ പാരമ്പര്യങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ സഭ ആഗ്രഹിച്ചു. അങ്ങനെ 496 AD ഫെബ്രുവരി 14 സെന്റ് വാലന്റൈൻസ് ദിനമായി പോപ്പ് ഗലാസിയാസ് ഒന്നാമൻ പ്രഖ്യാപിച്ചു. അങ്ങനെ അത് പ്രണയഭക്തിയുടെ ദിവസമായി മാറി. കാലക്രമേണ വാലന്റൈൻസ് ദിനം ഇന്ന് നമുക്കറിയാവുന്ന അവധിക്കാലമായി മാറി. പ്രണയലേഖനങ്ങൾ, ചോക്ലേറ്റുകൾ, എക്സ്പെൻസീവ് ഡേറ്റുകൾ. എന്നാൽ എല്ലാ പ്രണയങ്ങൾക്കും പിന്നിൽ വിലക്കപ്പെട്ട പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പുരാതന ആചാരങ്ങളുടെയും ഒരു കഥയുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ വാലന്റൈൻസ് ദിനം ആഘോഷിക്കുമ്പോൾ ഓർക്കുക, ഇതെല്ലാം ആരംഭിച്ചത് ഒരു രക്തസാക്ഷിയുടെ അവസാന കത്തിൽ നിന്നാണ്, നിങ്ങളുടെ വാലന്റൈനിൽ നിന്ന്.